ഓക്കെ, മിസ്റ്റർ സാജിദ്, നിങ്ങളിലേക്ക് വന്നാൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ്? ഈ ചോദ്യത്തിനൊരു കാരണമുണ്ട്. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി മീഡിയകളിൽ നിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിൽ നിന്നൊക്കെ ആകാം ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതുമെല്ലാം. എന്തായിരുന്നു നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം വരുന്ന 90% വരുന്ന മുസ്ലിം വ്യക്തിത്വങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്വാഭാവികമായും ഇസ്ലാം എന്നാൽ തീവ്രവാദമാണ്, കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലാണ് എൻ്റെ ആ കാലഘട്ടങ്ങളിലെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും എല്ലാം തന്നെ ഒരുതരം അസഹിഷ്ണുത അല്ലെങ്കിൽ വർഗീയത, തീവ്രവാദം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് സമൂഹത്തിലെ മതവിദ്വേഷങ്ങൾക്ക് കാരണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ സാന്ദർഭികവശാൽ ഇസ്ലാം എന്ന യാഥാർത്ഥ്യം അത് മാത്രമാണ് ശരിയെന്ന ചിന്ത അതിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം എന്താണ് ഇത്തരം ഒരു ചിന്താഗതി സമൂഹത്തിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പഠന വിധേയമാക്കിയ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏത് മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അവർ വിശുദ്ധമെന്ന് കരുതുന്ന ഗ്രന്ഥങ്ങളും അതിലെ വരികളെ കോട്ടിമാറ്റുകയോ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തൊരർത്ഥം കൊടുക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായി. ഉദാഹരണമായി, ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് ആരോപിക്കുന്നവരും അല്ല ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും പലപ്പോഴും പറയാറുണ്ട്, അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്ന് ഖുർആനിലുണ്ട് എന്ന്. അതിൻ്റെ സന്ദർഭവും അതെന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്നും അതിൻ്റെ സാഹചര്യവും പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. കാരണം പ്രവാചകനും അനുചരന്മാരും ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ധാരാളം അമുസ്ലിങ്ങളെ കാണുന്നു, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നു, അവരോട് മുമ്പത്തേക്കാൾ നല്ല രീതിയിൽ പെരുമാറുന്നു, അപ്പോൾ കൊന്നുകളയുന്നില്ല, നല്ല രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. പിന്നെന്താണ്, ആ ഒരു വരി മാത്രം എടുത്തിട്ട് സമൂഹ മധ്യത്തിലേക്ക് എടുത്തിട്ട് കൊടുത്തു. യുദ്ധത്തിൽ ഇറക്കിയ ഒരു നിയമത്തെ യുദ്ധത്തിന് വെളിയിലേക്ക് എടുത്തപ്പോൾ അത് തീർച്ചയായും അർത്ഥത്തിൽ വ്യത്യാസം വന്നു. ഇതിന് സമാനമായ ഞാൻ ജനിച്ച് വളർന്നു വന്ന ചുറ്റുപാടിലുള്ള അവിടെ വിശുദ്ധമെന്ന് കരുതുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിവുള്ളതുപോലെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്രം ഇതിവൃത്തം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അർജുനന് ഉപദേശം കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ ഉദയമുണ്ടാകുന്നത്. ആ സന്ദർഭത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സ്വന്തം സഹോദരങ്ങളെയും അതേപോലെ ഗുരുവര്യന്മാരെയും ഒക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക്, നേരത്തെ സാദിഖ് സാർ സൂചിപ്പിച്ച പോലെ ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന അർജുനന് ഒരു ഒരു അറിവിൻ്റെ ഒരു വർഷമായിട്ട് ഭഗവത്ഗീത ഉദയം ചെയ്യുകയാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത് കാണാം. അതോവ പ്രാപ്സസി സ്വർഗ ജിതോവ ഭോക്ഷസി മഹി തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അല്ലയോ കുന്തിപുത്ര, നീ ഒരു ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധമാണ് നിന്റെ ധർമ്മം. ആ യുദ്ധത്തിൽ നീ മരണപ്പെടുകയാണെങ്കിൽ നിശ്ചയം നിനക്ക് വീരസ്വർഗം ഉണ്ട് എന്ന് അവിടെ പറയുകയാണ്. അല്ലെങ്കിലോ ഭോക്ഷസി മഹി, നിനക്ക് ഭൂമിയിലെ സുഖം അനുഭവിക്കാം എന്ന് പറയുന്നു. ഇവിടെ സ്വാഭാവികമായും ഞാൻ എൻ്റെ അർത്ഥതലങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതെന്താണെന്ന് ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാത്ത ഒരു സാധാരണ ഹിന്ദു അല്ല, അവിടെ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശം ബന്ധുക്കളെ കൊല്ലാൻ എന്നാണല്ലോ. അങ്ങനെ ബന്ധുക്കളെ കൊല്ലാൻ പോയിട്ട് നീ എങ്ങാണം മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും. അതല്ല നീ അവരെ കൊന്ന് നിനക്ക് സ്വത്ത് അപകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ സുഖമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ ആരെങ്കിലും പറയൂ അത് ഗീതയുടെ കുഴപ്പമാണെന്ന്? സാഹചര്യത്തെ മനസ്സിലാക്കാതെ അവൻ ചിന്തിച്ചെന്തോ അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു എന്നുള്ളതല്ലാതെ അവന്റെ തെറ്റ് അല്ലാതെ ആരെങ്കിലും ആ ഭഗവത്ഗീതയുടെ കുഴപ്പമായി കാണാറില്ല. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇസ്ലാമിനെ പലപ്പോഴും തീവ്രവാദം എന്ന വിഷയത്തിൽ മറ്റ് പല വിഷയങ്ങളിലും തെറ്റിദ്ധരിക്കുന്ന പോലെ. താങ്കൾ പറയുന്നത് സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഇത്തരം വാചകങ്ങളാണ് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക്? തീർച്ചയായിട്ടും
അങ്ങനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. മീഡിയകൾക്ക് അതിന് എന്തെങ്കിലും പങ്കുണ്ടോ? മീഡിയകൾക്കാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതി, ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാഷ്ട്രത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഡെമോക്രസിയിലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് തന്നെ മീഡിയയാണ്. ആ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് വളരെ തന്ത്രപ്രധാനമായ വളരെ ഒരു റോള് നിർവഹിക്കാനുണ്ട്. സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ മാധ്യമത്തിന്റെ ധർമ്മം തന്നെ. സത്യം ജനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ആ ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് പറയപ്പെടുന്ന കാര്യം സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നാം കണ്ടതാണ്, മുമ്പ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, ഇസ്ലാമിന്റെ പേരിൽ വിശിഷ്യ കേരളക്കരയിൽ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ലവ് ജിഹാദ്. ആ ലവ് ജിഹാദ് മീഡിയ സൃഷ്ടിയാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അടുത്തൊരു സംഗതി കൂടി, ഇപ്പോൾ വളരെ റീസെൻ്റായി നടക്കുന്ന ചില വിഷയങ്ങളിൽ ഈ അടുത്ത് മുഖ്യധാര ഇതിൽ നിൽക്കുന്ന ഒരു മീഡിയ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു മീഡിയ ഒരു ദിവസം രാവിലെ കാണിക്കുകയാണ്, ദുബൈയിൽ നിന്നും കരിപ്പൂരിലേക്ക് പുറപ്പെട്ട ഒരു വിമാനത്തിൽ ഒരാൾ IS അനുകൂല പ്രസംഗം നടത്തി. അതിൻ്റെ പേരിൽ അടിയന്തരമായി മുംബൈ എയർപോർട്ടിലേക്ക് ആ ഫ്ലൈറ്റ് ഇറക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം IS അനുകൂലമായി പ്രസംഗിച്ചു. ഫ്ലൈറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ടായി. അവിടുത്തെ സഹയാത്രികർ അദ്ദേഹത്തെ കീഴടക്കി. അദ്ദേഹം ബഹളം വെച്ചു, പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയുള്ള രീതിയിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് പുറത്തുവിടുകയാണ്. അതേ പത്രം, അതേ മാധ്യമം അന്ന് വൈകുന്നേരത്ത് തിരുത്തുകയാണ്. അദ്ദേഹത്തിന് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒപ്പം അനുജനുണ്ടായിരുന്നു, അദ്ദേഹം ISന് അനുകൂലമല്ല പ്രതികൂലമായിട്ടാണ് സംസാരിച്ചതെന്ന്. ഈ മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ IS നടത്തുന്നത് ഇസ്ലാമികമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അതേ പത്രം വൈകുന്നേരം പറയുകയാണ്. ഇത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വാർത്ത കിട്ടുന്ന സമയത്ത് അതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട മാധ്യമങ്ങൾ അത് ചെയ്യുന്നില്ല. ചില വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തീവ്രവാദത്തിന്റെ ചിഹ്നങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അത്തരത്തിൽ മറ്റൊരു രീതിയിൽ വേറൊരു മുഖം കൊടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഉദാഹരണമായി താടിയുടെ വിഷയം, എവിടെയെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം മീഡിയകൾ അത്തരം വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് താടിയെ ഒരു ചിഹ്നമായി കാണിക്കുന്നു, അല്ലെങ്കിൽ അത്തരം മുസ്ലിമിന്റെ ചില സിംബലുകൾ അവിടെ കാണിച്ചു കൊടുക്കുന്നു സമൂഹത്തിന്. യഥാർത്ഥത്തിൽ ഈ താടിയും തീവ്രവാദവുമായി വല്ല ബന്ധവുമുണ്ടോ? താടിയെന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നങ്ങളുമായും തീവ്രവാദത്തിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് മുഴുവനും നമ്മൾ അനുകരിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്ന മഹാനായ പ്രവാചകനെയാണ്. ഏതെങ്കിലും മടിത്തറയില്ലാത്ത, ഇന്നലകളെപ്പറ്റി യാതൊന്നും അറിയാത്ത ആരെങ്കിലും താടി വെച്ചുകൊണ്ട് വല്ലതും വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ വല്ലതും കാട്ടിക്കൂട്ടുന്നെങ്കിൽ അതിന് താടിയല്ല ഉത്തരവാദിത്തം. അതിന് യഥാർത്ഥത്തിൽ ഈ താടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മാധ്യമങ്ങളും അന്ധമായിട്ട് ഇതിനെ എതിർക്കുന്ന ആളുകളുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. യഥാർത്ഥത്തിൽ താടി മഹാനായ പ്രവാചകനുമായി ബന്ധപ്പെട്ട, പ്രവാചകൻ ജീവിതത്തിൽ മുഴുവനും ശ്രദ്ധിക്കുകയും അനുചരന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത മഹത്തായ ഒരു കാര്യമാണ് താടി വളർത്തുക എന്നുള്ളത്. താടി സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും എല്ലാത്തിനുമുപരി പടച്ചവനുമായിട്ടുള്ള ഉന്നത ബന്ധത്തിൻ്റെയും അടയാളമാണ്. താടി ഒരു വിശ്വാസിയെ നന്മകൾ പ്രവർത്തിക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അനുഭവപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത് ഒന്നിനും ഇസ്ലാമിൽ ഒരു ചിഹ്നങ്ങൾക്ക് താടി എന്നല്ല, പർദ, അതുപോലെ തന്നെ വസ്ത്രം കയറ്റി കൊടുക്കൽ, ലളിതമായ ജീവിത രീതി, വലതു കൈകൊണ്ട് ആഹാരം കഴിക്കൽ, അതുപോലെ മസ്ജിദിലേക്ക് നടന്നു പോകൽ, ഇതൊന്നും തീവ്രവാദത്തിൻ്റെ ചിഹ്നമായി ആരും പഠിപ്പിച്ചിട്ടില്ല. അത് പ്രത്യേകമായ ലക്ഷ്യത്തിൽ നിഗൂഢമായ രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ മുൻ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, എല്ലാം അത് മറ്റു വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും കാണാം. അതുപോലെ തന്നെ ഹൈന്ദവ ഋഷിമാർ, മഹർഷിമാർ, അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിലെ ഗുണ്ടയെ ഒരു മുസ്ലിമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ മുസ്ലിങ്ങളെല്ലാം ഗുണ്ടകളാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതേസമയം ഇസ്ലാമിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിയായ പ്രവാചകനെ പിന്തുടരുന്ന ഒരാൾക്ക് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്
സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്ന, ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് ഇങ്ങനെ ഈ ഒരു വേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പ്രയാസങ്ങളുള്ള സമീപനങ്ങൾ ഈ വേഷത്തിന് അതൊരു കാരണമായിട്ടുണ്ടോ? ഈ വേഷം അതിനൊരു കാരണമായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അപ്രോച്ച്, അവരോടുള്ള അപ്രോച്ച്, നമ്മൾ മുസ്ലിങ്ങൾ നന്നാക്കിയാൽ ഈ നമ്മുടെ എല്ലാ ഐഡന്റിറ്റിയും അവർ സ്നേഹപൂർവ്വം അംഗീകരിക്കുന്നുള്ളത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരാളെ താടി വെച്ചിട്ട് ഞാൻ ഒരാളെ എൻ്റെ മകനോട്, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മകനോട് ഞാൻ വണ്ടി നിർത്തിയിട്ട് റോഡിന് നടുക്കൊരു കല്ല് കിടക്കുന്ന കണ്ടു. ബാംഗ്ലൂർ MG റോഡ് എന്താ പ്രൈം സ്പോട്ട്. അവർ ഞാൻ മോനെ നീ കല്ലെടുത്ത് മാക്കാൻ, ഉടനെ സിഗ്നലിൽ നിന്ന് അമുസ്ലിങ്ങളെ കൈയടിക്കുകയാണ് ചെയ്തത്. അവർ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിച്ച ആ കാര്യം, കാരണം ആ ഒരു കല്ല് കാരണം ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിങ്ങൾ വഴിയിൽ നിന്നുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നീക്കുക എന്നുള്ളത്. വേറൊരു വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലേഗാവ് സ്ഫോടനത്തിലും സബ്ജോത എക്സ്പ്രസ് സ്ഫോടനത്തിലും മക്കി മസ്ജിദ് സ്ഫോടനത്തിലൊക്കെ അന്ന് താടിക്കാർ ചെയ്തു എന്ന് പറഞ്ഞാൽ താടിക്കാരുടെ ഫോട്ടോ ആയിരുന്നു. മറ്റേ ആളുകളെ അറസ്റ്റ് ചെയ്തതും താടിക്കാരാണ്, ഫോട്ടോ വന്നതും താടിക്കാരതാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി അത് താടിക്കാരല്ല എന്നുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റു ചില ആളുകളാണെന്നുള്ളത്. അപ്പോൾ അതേമാതിരിയാണ് എന്തെങ്കിലും ഒരു സ്ഫോടനം നടന്ന ഏതെങ്കിലും ഒരു പാവത്താനെ പിടിച്ചിട്ടങ്ങ് ഫോട്ടോ അങ്ങ് ഇടും, ഇവനാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കും. ജനങ്ങൾ വിചാരിക്കുക ആ പാവമാണെന്ന്. എന്നിട്ട് 10-15 കൊല്ലം കഴിയുമ്പോഴാണ് അവനല്ല എന്ന് പറയുന്നത്. എന്നാൽ അതൊട്ട് മീഡിയ പ്രൊജക്റ്റ് ചെയ്യില്ല, മറ്റേ ആളായിരുന്നു തൊട്ട് പറയാറുമില്ല. എല്ലാ താടിക്കാരും തീവ്രവാദികളാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക്. താടി നിങ്ങൾക്കൊരു ഭാരമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കാൻ കാരണം, നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടി. ഇത്തരം ഘട്ടങ്ങളിൽ മറ്റു രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, അവിടെ പോകുന്ന സമയത്ത്, അവിടെയുള്ള ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് ഈ വേഷം, ഇസ്ലാമികമായ ഈ വേഷം നിങ്ങൾക്കൊരു ഭാരമായി തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഞാൻ US, UK, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ 10-20ഓളം രാജ്യങ്ങൾ പോയിട്ടുണ്ട്. പല സ്ഥലത്തും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓൺസൈറ്റ് മൈക്രോ സർജിക്കൽ ട്രെയിനിങ് മറ്റുള്ളവർക്ക് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ പലതിനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും ഇമിഗ്രേഷനിൽ വെച്ചിട്ടോ വിസയുടെ സ്റ്റാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിൽ വെച്ചിട്ടോ ഒരു സ്ഥലത്തും എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. മാത്രമല്ല US, UK ഒക്കെ 10 years അപ്ലൈ ചെയ്തപ്പോൾ തന്നെ 10 years വിസ അടിച്ചു തന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അങ്ങനെ വിസ കിട്ടില്ലാന്ന്. പക്ഷേ അവർ 10 years വിസ അടിച്ചു തന്നു. അതുപോലെ US ലോ UK ലോ പോലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഒരു സ്ഥലത്ത് പോലും ഇതിൽ ബോഡി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ ക്യൂവിൽ പോലും നിർത്തിയിട്ടില്ല. എൻ്റെ എന്നെ ഈ രൂപം കണ്ട നേരെ കയറ്റി വിടലാണ്.